മുറ്റമടിക്കുന്ന ചൂലിൽ നമ്മൾ ക്ലോസറ്റൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക് കുറച്ച് ഒഴിച്ച് നോക്കിയാലോ. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ബാത്റൂം കഴുകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ബാത്റൂം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മുടെ ബാത്റൂം എപ്പോഴും നമ്മൾ ക്ലീനാക്കി സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ഹെൽത്തിന് വയ്യാണ്ടോ എന്തെങ്കിലുമൊക്കെ മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിതുപോലെ ഹാർപ്പിക്ക് കുറച്ചൊന്ന് ഇതുപോലൊന്ന് ക്ലോസറ്റിലും പുറത്തും വോൾട്ടയിലും ചുമരിലും എവിടെയൊക്കെയാണോ വേണ്ട അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന്, ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് ആക്കിയിട്ട് ഈ നീളമുള്ള മുറ്റമടിക്കുന്ന ചൂല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ചൂല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുനിയാതെയൊക്കെ തന്നെ നമുക്ക് ബാത്റൂം കഴുകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാനും അതുപോലെ അടിപൊളിയായി തന്നെ നമ്മൾ ഹാർപ്പിക്ക് ഒഴിക്കുന്നതുകൊണ്ട് ക്ലീൻ ആവുകയും ചെയ്യും. പക്ഷേ ഹാർപ്പിക്ക് എന്നും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെയിലിന് നല്ലതല്ല. എപ്പോഴെങ്കിലുമൊക്കെ അതുപോലെ നമുക്ക് അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ബാത്റൂം വൃത്തികേടായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ആക്കിയിട്ട് കഴുകി നോക്കൂ. വളരെ സിമ്പിളായിട്ട് കഴുകാനും സാധിക്കും. നമ്മൾ ഒരുപാടിട്ട് ഉരച്ച് കഴുകുന്നതിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകാനും ഒരുപാട് കുനിഞ്ഞൊന്നും നിന്ന് ഉരയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ വരില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഈ ഒരു ചൂല് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാത്റൂം ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലെ ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് ബാത്റൂം ക്ലീൻ ആക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.